ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ മപ്പാസാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അതിലേക്ക് ഞാനിവിടെ ഒരു 500 രൂപ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഞാനതിലേക്ക് 2 ഏലക്ക, 1 സ്പൂണോളം പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, ഒരു പട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1-2 കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ചെറുതായിട്ടൊന്നൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. ഇനി നമുക്കതിലേക്ക് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റണം. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല. നമുക്കെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം എല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഈ മസാലയിൽ ചിക്കൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനെ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഒരു പകുതി വേവായി. ഒന്നുകൂടി ഞാൻ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ 2ാം പാലിൽ വേണം ഈ ചിക്കൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ. 2ാം പാൽ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിടണം. പിന്നെ തിളച്ച് പോകാൻ പാടില്ല. 1ാം പാൽ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വറവിടാം. അതിലേക്ക് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
ഇനി അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അവയെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കത് നമ്മുടെ മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.